എല്ലാവർക്കും PSC സഹചാരിയിലേക്ക് സ്വാഗതം. 2025 നടന്ന 10th പ്രിലിംസിൻ്റെ ഫസ്റ്റ് സ്റ്റേജിലെ ഫൈനൽ ആൻസർ കീ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് അതിൻ്റെ ഓപ്ഷൻസും സ്റ്റേറ്റ്മെൻറ്റും കൂടി വായിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വൈകുണ്ഠസ്വാമികളെ സംബന്ധിച്ചിട്ടുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. ഓപ്ഷൻ ബി 2, 3, 4 മാത്രം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വയനാട്ടിൽ ബ്രിട്ടീഷുകാർക്കെതിരായി നടന്ന കുറിച്യ കലാപത്തെപ്പറ്റി താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻ സി 2, 3 മാത്രം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, 2024 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ച ഹാൻകാങ്ങിനെ കുറിച്ചുള്ള താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ എ 1, 2, 4 മാത്രം. അഞ്ചാമത്തെ ക്വസ്റ്റ്യനാണ്, 2024 നടന്ന ബ്രിക്സ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? ഓപ്ഷൻ ഡി 1, 4 മാത്രം. ആറാമത്തെ ക്വസ്റ്റ്യനാണ്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ISROയുമായി ബന്ധമുള്ള ശരിയായ പ്രസ്താവന കണ്ടെത്തുക. 3, 4 മാത്രം. 7, സ്വാതന്ത്ര്യ സമരകാലത്ത് മലബാറിൽ പ്രസിദ്ധീകരിച്ച അൽ അമീൻ പത്രവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? ഓപ്ഷൻ എ 1, 2, 3 മാത്രം. 8, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ ഡി 4 മാത്രം. 9, താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണനാക്രമം ഏത്? ഓപ്ഷൻ എ 2, 3, 4, 1. 10, കൊച്ചി മെട്രോവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഓപ്ഷൻ സി 1, 2, 3 മാത്രം. കേബിൾ ലംചാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ഓപ്ഷൻ എ മണിപ്പൂർ. 12, നഗര ഗാർഹിക അവശിഷ്ടങ്ങളിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ അർബൻ വേസ്റ്റ് മാനേജ്മെൻറ്റ് സംവിധാനം നടപ്പിലാക്കിയ നഗരം? ഓപ്ഷൻ എ അഹമ്മദാബാദ്. 13, ജൂൺ മാസത്തിൽ തുടങ്ങി സെപ്റ്റംബർ മാസം വരെ നീണ്ടു നിൽക്കുന്ന ഇന്ത്യയിലെ കാർഷിക കാലം? ഓപ്ഷൻ ഡി ഖാരിഫ്. 14, അവശിഷ്ട പർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ്? ഓപ്ഷൻ എ ആരവല്ലി. 15, ക്രിസ്റ്റലൈൻ കായാന്തരിക ശിലകളിൽ നിന്നും ഘാതന ഫലമായി ഉണ്ടാകുന്ന മണ്ണിനം? ഓപ്ഷൻ ബി ചുവപ്പ് മണ്ണ് അല്ലെങ്കിൽ റെഡ് സോയിൽ. 16, ഇലക്ട്രിക്കൽ കേബിൾ, ഇലക്ട്രോണിക്സ്, രാസവസ്തുക്കളിൽ ഉപയോഗിക്കുന്ന കോപ്പർ നിക്ഷേപം കൂടുതലായി കണ്ടുവരുന്ന സംസ്ഥാനം? ഓപ്ഷൻ ബി മധ്യപ്രദേശ്. 17ാമത്തെ ക്വസ്റ്റ്യൻ, കൽക്കരിയുടെ ഉന്നതമായ വകഭേദമാണ്? ഓപ്ഷൻ ഡി ആന്ത്രസൈറ്റ്. 18, മേൽക്കൂര മഴവെള്ള ശേഖരണ നിയമം മൂലം നിർബന്ധമാക്കിയ ആദ്യ സംസ്ഥാനം? ഓപ്ഷൻ സി തമിഴ്നാട്. 19, മെക്സിക്കോയിൽ വെട്ടിച്ചൂട്ട് കൃഷി അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ മിൽപ്പ. 20, ചിപ്കോ പ്രസ്ഥാനം എന്തുമായി ചേർത്ത് വായിക്കാം? ഓപ്ഷൻ ഡി ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ സ്തൂപിക വനസമ്പത്ത് നശീകരണം തടയുന്നത്. 21, 1957 കേരള സർവകലാശാലയായി മാറിയ തിരുവിതാംകൂർ സർവകലാശാല രൂപം കൊണ്ടത്? ഓപ്ഷൻ എ 1937. 22, താഴെ പറയുന്നവയിൽ ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഗാന്ധിജി ഉയർത്തിയത്? ഓപ്ഷൻ സി ക്വിറ്റ് ഇന്ത്യ സമരം. 23, താഴെ പറയുന്ന കൃതികളിൽ ശ്രീനാരായണ ഗുരുവിൻ്റേതല്ലാത്ത കൃതിയാണ്? ഓപ്ഷൻ ബി വേദാധികാര നിരൂപണം. 24,
ദേശീയ വിദ്യാഭ്യാസ ദിനമായ നവംബർ 11 താഴെ പറയുന്നവയിൽ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി മൗലാന അബ്ദുൽ കലാം ആസാദ്. 25. ചുവടെ നൽകിയിരിക്കുന്ന സാഹിത്യകാരന്മാരിൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കാത്ത മലയാള സാഹിത്യകാരൻ? ഓപ്ഷൻ സി ഒളപ്പമണ്ണ സുബ്രഹ്മണ്യ നമ്പൂതിരി. 26. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട കമ്മീഷനുകൾ? ഓപ്ഷൻ എ 1 3 ശരി. 27. തേബാഗ കർഷക തൊഴിലാളി സമരം നടന്നത് എവിടെയാണ്? ഓപ്ഷൻ ഡി ബംഗാൾ. 28. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ്? ഓപ്ഷൻ സി രാജാറാം മോഹൻ റായ്. 29. ഇന്ത്യയിൽ താഴെ പറയുന്നവയിൽ എവിടെയാണ് ഡെൻമാർക്കുകൾ ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്നത്? ഓപ്ഷൻ ഡി ട്രാൻകിബാർ. 30ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ നൽകിയിട്ടുള്ള സംഭവങ്ങളിൽ തെറ്റായത്? ഓപ്ഷൻ ഡി കുറിച്യ കലാപം. 31. മൗലിക ചുമതലകളുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏത്? ഓപ്ഷൻ ബി 1 3. 32. ഇന്ത്യയുടെ ദേശീയ ഗീതവുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന ശരിയായവ ഏത്? ഓപ്ഷൻ ഡി 1 3. 33. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെക്കുറിച്ച് ശരിയായവ ഏത്? ഓപ്ഷൻ ബി 1 2 4. 34ാമത്തെ ക്വസ്റ്റ്യൻ. 2024 കേരളപ്രഭ പുരസ്കാരത്തിന് അർഹരായവർ? ഓപ്ഷൻ സി എസ് സോമനാഥ് ഭുവനേശ്വരി. 35. ഇന്ത്യൻ ഭരണഘടന 25 മുതൽ 28 വരെയുള്ള വകുപ്പുകളിൽ ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യത്തിൽ പെടാത്തതേത്? ഓപ്ഷൻ ഡി 4. 36. 2024 ബ്രിക്സ് സമ്മേളനം നടന്നതെവിടെ? ഓപ്ഷൻ എ റഷ്യ. 37. കുറിച്യ ലഹളവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏത്? സി 1 3 4. കേരളത്തിലെ ആദ്യത്തെ വനിതാ മാഗസിൻ? സി കേരളീയ സുഗുണബോധിനി. 39. വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് വസ്തുതകളിൽ ശരിയായവ ഏത്? സി 1 2 3. 40. 2024 ഉപതെരഞ്ഞെടുപ്പ് നടന്ന നിയമസഭാ മണ്ഡലങ്ങൾ? ഓപ്ഷൻ ഡി പാലക്കാട് ചേലക്കര. 41. കേരളത്തിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം എത്ര? ഓപ്ഷൻ എ 41. 42. 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല? ഓപ്ഷൻ ഡി വയനാട്. 43. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി? ബി പള്ളിവാസൽ. 44. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏത്? സി ലാറ്ററൈറ്റ് മണ്ണ്. 45. റെഡ് ഡാറ്റ ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ വന്യജീവി സങ്കേതം? എ പറമ്പിക്കുളം. 46. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചതാര്? ഡി വാഗ്ഭടാനന്ദൻ. 47. കേരളത്തിൽ ആകെയുള്ള ലോകസഭാ സീറ്റുകൾ എത്ര? എ 20. 48. കേരള സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി ആര്? ബി റോഷി അഗസ്റ്റിൻ. 49. 1956 കേരളം രൂപീകരിക്കുമ്പോൾ എത്ര ജില്ലകൾ ഉണ്ടായിരുന്നു? എ 5. 50. കേരള നവോത്ഥാനത്തിൻ്റെ വഴിത്തിരിവായ അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് ആര്? ഡി ശ്രീനാരായണ ഗുരു. 51. കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത നിർമ്മിക്കപ്പെട്ട വർഷം? 1861. 52. പയ്യന്നൂരിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? സി ജവഹർലാൽ നെഹ്റു. 53. തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭവുമായി ബന്ധമില്ലാത്തതേത്? ഓപ്ഷൻ ഡി കിഴയൂർ ബോംബ് കേസ്. 54. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം വഹിച്ചിരുന്നത് ആരായിരുന്നു? എ ടി കെ മാധവൻ.
55-ാമത്തെ ക്വസ്റ്റ്യൻ. 1817 ഗൗരി പാർവതിബായ് പുറപ്പെടുവിച്ച വിളംബരത്തിലെ ശ്രദ്ധേയമായ പരിഷ്കാരം എന്തായിരുന്നു? ഓപ്ഷൻ ഡി, പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി. 56 യോഗക്ഷേമ സഭ രൂപീകരിക്കുന്നതിന് നേതൃത്വം നൽകിയതാര്? വി.ടി. ഭട്ടതിരിപ്പാട്. 57 1920 മഞ്ചേരിയിൽ നടന്ന മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ ഉൾപ്പെടാത്ത വിഷയമേത്? സി, ജനസംഖ്യ അനുപാത സംവരണം. 58 മലയാള ഭാഷയിലെ ആദ്യ നിഘണ്ടു ആരുടെ സംഭാവനയായിരുന്നു? ബി, അർണോസ് പാതിരി. 59 1809 കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചതാര്? ഓപ്ഷൻ സി, വേലുത്തമ്പി ദളവ. 60 1859 ജെയിംസ് ഡാറ കയർ ഫാക്ടറി സ്ഥാപിച്ച സ്ഥലം ഏത്? ആലപ്പുഴ. 61 ജീവമണ്ഡലത്തിലെ ജൈവസമ്പന്നത സൂചിപ്പിക്കുന്ന ജൈവവൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചതാര്? ഓപ്ഷൻ സി, വാൾട്ടർ ജി റോസൻ. 62 അമ്മയുടെയും ഗർഭസ്ഥ ശിശുവിൻ്റെയും രക്തം കൂടിക്കലരാതെയുള്ള പദാർത്ഥ വിനിമയത്തിന് സഹായിക്കുന്ന ഭാഗം? ഓപ്ഷൻ എ, പ്ലാസൻ്റ. 63 കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരുപോലെ കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്ന കല ഏത്? കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്ന കല ഏത്? ഓപ്ഷൻ ഡി, സ്ക്ലീറൻ കൈമ. 64 ചെറുകുടലിനകത്തെ പോഷക ആഗിരണത്തിനുള്ള പ്രതല വിസ്തീർണം അനേകം മടങ്ങ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഭാഗം? ഓപ്ഷൻ ബി, വില്ലസുകൾ. 64 വൃക്കയിലേക്ക് രക്തം കൊണ്ടുവരുന്ന കുഴൽ? വൃക്കാധമനി. 66 നേത്രവൈകല്യങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഓപ്ഷൻ ബി, 3, 4 ശരി. 67 ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികൾ ഉൾപ്പെടുന്ന വിഭാഗം? സി, മൊറീന. 63 ഭീമാകാരത്വം ഏതു ഹോർമോണിൻ്റെ ഏറ്റക്കുറച്ചിലുമായി ബന്ധപ്പെട്ട അവസ്ഥയാണ്? ഡി, സൊമാറ്റോട്രോപിൻ. 69 കോശസ്തരവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഡി, 4 മാത്രമാണ് ശരി. 70 വിട്രിയസ് ദ്രവം മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തിലാണ് കാണുന്നത്? ബി, കണ്ണ്. 71 ജനറേറ്ററിൽ നടക്കുന്ന ഊർജ പരിവർത്തനം? എ, യാന്ത്രികോർജം വൈദ്യുതോർജമായി മാറുന്നു. 72 ന്യൂക്ലിയർ റിയാക്ടറിലെ ഇന്ധനം ഏത്? ബി, സമ്പുഷ്ട യുറേനിയം. 73 വസ്തുവിൻ്റെ പ്രവേഗം ഇരട്ടിയായാൽ ഗതികോർജം 4 മടങ്ങാകും. 74 കൂട്ടത്തിൽ പെടാത്തത് ഏത്? വേഗം. സി, വേഗം. 75 അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം? ബി, ബാരോമീറ്റർ. 76 ചില പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. ഇവയിൽ ജെ തോംസണുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന ഏത്? ഡി, ന്യൂട്രോണെ കണ്ടെത്തി. 77 റബ്ബറിൻ്റെ മോണോമർ? ബി, ഐസോപ്രീൻ. 78 റേഡിയോ ആക്റ്റീവത കണ്ടെത്തിയത്? ഹെൻറി ബെക്യുറൽ. 78 ലീച്ചിങ് എന്ന സാന്ദ്രണതാ രീതി ഉപയോഗിക്കുന്നത് ഏത് ലോഹത്തിൻ്റെ അയിരിനാണ്? അലൂമിനിയം. 80 ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക നമ്പറുമുള്ള ആറ്റങ്ങളാണ് ഐസോബാറുകൾ. 81 സമചതുരാകൃതിയിലുള്ള ഒരു തുണിയുടെ നീളം 1 മീറ്ററാണ്. ആ തുണിക്ക് 100 രൂപ വിലയുണ്ട് എങ്കിൽ ആ തുണിയുടെ പകുതി നീളവും വീതിയുമുള്ള സമചതുരാകൃതിയായ പുതിയ തുണിയുടെ വില എത്രയായിരിക്കും? ഓപ്ഷൻ എ, 25 രൂപ. ഇനി 82ാമത്തെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ബി ആണ് ആൻസർ.
83 ഓപ്ഷൻ ഡി. 84 ഓപ്ഷൻ എ. 85 എ 100 മില്ലിമീറ്റർ. 86 ഓപ്ഷൻ സി 20. 87 ഓപ്ഷൻ ബി 10. 88 ഓപ്ഷൻ ബി 0.5 സെൻറ്റിമീറ്റർ. 89 ഓപ്ഷൻ ഡി 7634. 90 ഓപ്ഷൻ ഡി 41. 91 ഓപ്ഷൻ ബി 92. ഓപ്ഷൻ സി 17. 93 ഓപ്ഷൻ എ 6.25. 94 ബി 120 കിലോമീറ്റർ. 95 ബി 2700. 96 ഓപ്ഷൻ എ 4. 97 ഓപ്ഷൻ ഡി 6. 98 ഡിലീറ്റഡ് ആണ് ക്വസ്റ്റ്യൻ. 99 ഓപ്ഷൻ ഡി 23,500 രൂപ. 100 ഓപ്ഷൻ സി ആണ് വരുന്നത്. PSC സഹചാരീൻ്റെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കിത് യൂസ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി ഒന്ന് സജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയും നേരം ഈ ഒരു ക്ലാസ് കേട്ട എല്ലാവർക്കും താങ്ക് യു.